നമസ്കാരം. PSC പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഘടകപദം എന്ന ടോപ്പിക്കാണ്. നമ്മുടെ മലയാളം സിലബസിൽ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് ഘടകപദം എന്നത്. അപ്പോൾ ഘടകപദത്തിൽ നമ്മളിപ്പോൾ SCERT ചാപ്റ്റേഴ്സിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ഘടകപദങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായി എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് മലയാളം ക്ലാസ്സുകൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലും അതുപോലെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൻ്റെ YouTube ചാനലിലും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തുടർച്ചയായി കാണാനായി നിങ്ങൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഉപയോഗിക്കുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഹോം പേജിൽ നിങ്ങൾക്ക് ഫ്രണ്ട് പേജിൽ തന്നെ LP UP 7th 10th അതുപോലെ 12th ഡിഗ്രി ലെവൽ എന്നിങ്ങനെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആണ്. നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടിയാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിനുള്ള എല്ലാ നോട്ട്സും നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായി പഠിച്ചെടുക്കാൻ സാധിക്കും. അതോടൊപ്പം SCERT ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ ബ്രിസ്റ്റു പ്ലസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആവുക. ഇവിടെ മലയാളം കോഴ്സ് മലയാളത്തെ ക്ലിക്ക് ചെയ്യുക. എല്ലാ മലയാളം ക്ലാസ്സസും പദശുദ്ധി മുതൽ ഘടകപദം വരെയുള്ള എല്ലാ മലയാളം ക്ലാസ്സസും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം ജനറൽ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, മാത്സ് ക്ലാസ്സുകൾ, ഇംഗ്ലീഷ് പെഡഗോജി ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തേത് ദ്രൗണി. ദ്രൗണി എന്നത് ഒരു സമസ്ത പദമാണ്. ഈ സമസ്ത പദത്തെ വിഗ്രഹിക്കുമ്പോൾ ദ്രോണരുടെ പുത്രൻ എന്നാണ് ലഭിക്കുന്നത്. ദ്രൗണി എന്നതിനെ വിഗ്രഹിക്കുമ്പോൾ ദ്രോണരുടെ പുത്രൻ എന്നാണ് ലഭിക്കുന്നത്. അതുപോലെ ദ്രൗപദി എന്നതിനെ വിഗ്രഹിക്കുമ്പോൾ ദ്രുപദന്റെ പുത്രി എന്നാണ് ലഭിക്കുക. ഈ ദ്രൗപദി എന്നത് ഒറ്റ പദത്തിലും നമുക്ക് ചോദിക്കാറുണ്ട്. ദ്രുപദന്റെ പുത്രി ഒറ്റപ്പദമാക്കുക എന്നാണ് ദ്രൗപദി. അതുപോലെ ദ്രോണരുടെ പുത്രൻ ഒറ്റപ്പദമാക്കുക, ദ്രൗണിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ദേശഭാഷ എന്നതിനെ വിഗ്രഹിക്കുമ്പോൾ ദേശത്തിന്റെ ഭാഷയാണ്, ഒരു ദേശത്തിന്റെ ഭാഷയാണ് ദേശഭാഷ എന്നത്. അപ്പോൾ എന്താ വരിക? ജെ എന്ന പ്രത്യയമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ വിഭക്തി പ്രത്യയങ്ങളെ കുറിച്ചെല്ലാം മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ദേശഭാഷ എന്നതിനെ വിഗ്രഹിക്കുമ്പോൾ ദേശത്തിന്റെ ഭാഷ എന്നാണ് കിട്ടുക. അടുത്ത ദിനാരംഭം എന്നതിനെ വിഗ്രഹിക്കുമ്പോൾ ദിനത്തിന്റെ ആരംഭമാണ് ദിനാരംഭം. അടുത്തത് ദൃഢപ്രതിജ്ഞ വിഗ്രഹിക്കുമ്പോൾ ദൃഢമായ പ്രതിജ്ഞ. ആയ എന്ന പ്രത്യയം ചേർന്ന് വരുന്നത് ഏതാണ്? കർമ്മധാരായൻ സമാസത്തിലാണ് ആയ എന്ന പ്രത്യയം ചേർന്ന് വരുന്നത്. അതുപോലെ ദൃഢമായ നിശ്ചയം നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ധനുമാസരാവ് ഘടകപദങ്ങളാക്കുമ്പോൾ എങ്ങനെയാ? ധനുമാസത്തിലെ രാവ്. അടുത്തത് നളദമയന്തി തുല്യപ്രാധാന്യമാണല്ലേ? നളദമയന്തി തുല്യപ്രാധാന്യം. നളനും ദമയന്തിയും ഏതാണ്? ദ്വന്ദ്വസമാസം. അടുത്തത് നരാധമൻ. നരന്മാര് അധമനായിട്ടുള്ളവനാണ് നരാധമൻ. നരന്മാര് അധമനായിട്ടുള്ളവൻ. അധമൻ എന്നാൽ എന്താണ്? അധമൻ എന്നാൽ ദുഷ്ടൻ എന്നാണ് അർത്ഥം വരുന്നത്. അധമൻ ദുഷ്ടനാണ്. അടുത്തത് ധീരയോദ്ധാവ് ഘടകപദങ്ങളാക്കുമ്പോൾ ധീരനായ യോദ്ധാവ്. അടുത്ത നായികമാർ തുല്യപ്രാധാന്യമാണ്. നായികമാർ. നായികയും നായകനുമാണ് ഏത്? നായകന്മാർ എന്നത്. അടുത്തത് നൂതനോന്മേഷം. നൂതനം എന്താണ്? പുതിയതാണ്. നൂതനോന്മേഷം നൂതനമായ ഉന്മേഷം. അടുത്തത് നറുക്കില പൂവുകൾ. നറുക്കിലയിലെ പൂവുകളാണ് നറുക്കില പൂവുകൾ. അടുത്തത് നോക്കാം, നാക്കിലകൾ. എന്താണ് നാക്കില? വാഴയിലയുടെ ഏറ്റവും അറ്റത്തുള്ള ഭാഗത്തെയാണ് നാക്കില എന്ന് പറയാറുള്ളത്. അതിനെ ഘടകപദങ്ങളാക്കുമ്പോൾ എങ്ങനെ എഴുതും? നാക്കുപോലുള്ള ഇലകളാണ് ഏത്? നാക്കിലകൾ. അടുത്ത നിത്യസുഹൃത്ത്. നിത്യവുമുള്ള സുഹൃത്ത്. അടുത്ത നീലനേത്രം. എന്താണ്? നീലയായ നേത്രമാണ്. നീലയായ
നേത്രം നീലാകാശം, നീലയായ ആകാശം, നീലമേഘം, നീലയായ മേഘം. അടുത്ത് നൃത്തഭംഗി, നൃത്തഭംഗി നൃത്തത്തിൻ്റെ ഭംഗിയാണ്, നൃത്തത്തിൻ്റെ ഭംഗി. അടുത്തത് പവിഴമല്ലിപ്പൂക്കൾ, പവിഴമല്ലിപ്പൂക്കൾ പവിഴമല്ലിയുടെ പൂക്കളാണ്, പവിഴമല്ലിയുടെ പൂക്കൾ. അടുത്തത് പാഞ്ചാലർ, പാഞ്ചാലർ ഘടകപദങ്ങളാക്കുമ്പോൾ പാഞ്ചാല ദേശത്തു പിറന്നവരാണ്, പാഞ്ചാല ദേശത്തു പിറന്നവരാണ് പാഞ്ചാലർ എന്നത്. അടുത്തത് പരമലക്ഷ്യം, പരമലക്ഷ്യം ഘടകപദമാക്കുമ്പോൾ പരമമായ ലക്ഷ്യം എന്നാണ് വരിക, പരമമായ ലക്ഷ്യം. അടുത്തത് പഴന്തുണി, പഴന്തുണി പഴയതായ തുണിയാണ്, പഴയതായ തുണിയാണ് പഴന്തുണി. അടുത്തത് പുഴമണൽ, പുഴമണൽ എന്നത് ഘടകപദമാക്കുമ്പോൾ പുഴയിലെ മണൽ എന്നാണ് വരിക, പുഴയിലെ മണൽ, പുഴയിലെ മണൽ. അടുത്ത പുരാണ പാരായണം, പുരാണ പാരായണം, പാരായണം എന്താ? പാരായണം എന്നാൽ വായന എന്നാണ് അർത്ഥം, വായിക്കുന്നതിനെയാണ് പാരായണം, പാരായണം ചെയ്യുക. രാമായണം പാരായണം ചെയ്യുക, രാമായണം വായിക്കുക. അടുത്ത പുരാണ പാരായണം പുരാണത്തിൻ്റെ പാരായണമാണ്, പുരാണത്തിൻ്റെ പാരായണം. അടുത്തത് പ്രൗഢവനിത, പ്രൗഢവനിത നമുക്ക് പദശുദ്ധിയിൽ ചോദിക്കാറുണ്ട്. പ്രൗഢവനിത ഏത് ഡായാണ്? കെട്ടുള്ള ഡായാണ്. പ്രൗഢയായ വനിത, പ്രൗഢയായ വനിതയാണ് പ്രൗഢവനിത. അടുത്തത് പാദപത്മം, പാദപത്മം പാദമാകുന്ന പത്മം, പാദമാകുന്ന പത്മം. അടുത്തത് പാണ്ഡവന്മാർ, പാണ്ഡവന്മാർ പാണ്ഡുവിൻ്റെ പുത്രന്മാരാണ് പാണ്ഡവന്മാർ, പാണ്ഡുവിൻ്റെ പുത്രന്മാർ. പാദധൂളി, പാദധൂളി പാദത്തിലെ ധൂളിയാണ്, പാദത്തിലെ ധൂളി. അടുത്തത് നോക്കാം പഞ്ഞക്കാലം, പഞ്ഞക്കാലം പഞ്ഞം നിറഞ്ഞ കാലം, പഞ്ഞം നിറഞ്ഞ കാലം ഏതാണ്? കർക്കിടക മാസമാണല്ലേ, കർക്കിടക മാസമാണ്. അടുത്ത പത്രക്കുറിപ്പ്, പത്രക്കുറിപ്പ് പത്രത്തിലെ കുറിപ്പ്, പത്രത്തിലെ കുറിപ്പ്. അടുത്ത നോക്കാം പാറപ്പിളർപ്പ്, പാറപ്പിളർപ്പ് പാറയിലെ പിളർപ്പ്, പാറയിലെ പിളർപ്പ് എന്നാണ് വരിക. അടുത്ത പൂർവദിങ്മുഖം, പൂർവദിങ്മുഖം പൂർവദിക്കിൻ്റെ മുഖം, പൂർവദിക്കിൻ്റെ മുഖം. അടുത്തത് പൊന്നാണയം, പൊന്നാണയം പൊന്നുകൊണ്ടുള്ള നാണയമാണ്, പൊന്നുകൊണ്ടുള്ള നാണയമാണ് പൊന്നാണയം. പ്രാർത്ഥനാസ്വരം, പ്രാർത്ഥനാസ്വരം പ്രാർത്ഥനയുടെ സ്വരം, പ്രാർത്ഥനയുടെ സ്വരം. അടുത്ത നോക്കാം പ്രകൃതി സൗന്ദര്യം, പ്രകൃതി സൗന്ദര്യം പ്രകൃതിയുടെ സൗന്ദര്യം, പ്രകൃതിയുടെ സൗന്ദര്യമാണ് സമസ്ത പദത്തിൽ പ്രകൃതി സൗന്ദര്യം എന്ന് വരിക. അടുത്തത് പ്രഭാതാംശു, പ്രഭാതാംശു പ്രഭാതത്തിലെ അംശു, പ്രഭാതത്തിലെ അംശു ആണ്. അടുത്തത് ബന്ധുവലയം, ബന്ധുവലയം ബന്ധുക്കളുടെ വലയം, ബന്ധുക്കളുടെ വലയം. അടുത്തത് ഭവൽപാദം, ഭവൽപാദം പാദമാണ് കേട്ടോ, ഭവൽപാദമല്ല ഭവൽപാദം, ഭവാന്റെ പാദം, ഭവാന്റെ പാദം. അടുത്തത് ഭഗീരഥി കച്ചം, ഭാഗീരഥി കച്ചം, ഭാഗീരഥി കച്ചം ഭാഗീരഥിയുടെ കച്ചം, ഭാഗീരഥിയുടെ കച്ചം. ഭീമദർശനം, ഭീമദർശനം ഭീമമായ ദർശനമാണ്, ഭീമമായ ദർശനം. നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ ഈ ഉദാഹരണങ്ങളെല്ലാം പഠിച്ചതാണ്, സമാസം ക്ലാസ്സിൽ ഉദാഹരണങ്ങളൊക്കെ പഠിച്ചതാണ്. എന്നിരുന്നാലും SCERT പാഠഭാഗങ്ങളിൽ ഈ പദങ്ങളെല്ലാം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഭസ്മക്കുറി, ഭസ്മക്കുറി ഭസ്മം കൊണ്ടുള്ള കുറിയാണ്, ഭസ്മം കൊണ്ടുള്ള കുറി. അടുത്തത് ഭാരതഭൂമി, ഭാരതഭൂമി എങ്ങനെയാ വരിക? ഭാരതം എന്ന ഭൂമി, ഭാരതം എന്ന ഭൂമി, എന്ന അവ്യയം ചേർന്ന് വരുന്നത് ഏതാണ്? നിർദ്ദേശിക തൽപുരുഷൻ, നിർദ്ദേശിക തൽപുരുഷനിലാണ് എന്ന അവ്യയം ചേർന്ന് വരുന്നത്. അതുപോലെ കേരള ദേശം, കേരളം എന്ന ദേശം. ഇന്ത്യ രാജ്യം, ഇന്ത്യ എന്ന രാജ്യം, ഇതെല്ലാം ഏതിനാണ്? നിർദ്ദേശിക തൽപുരുഷന് ഉദാഹരണമാണ്. അടുത്തത് ഭൃത്യപ്പണി, ഭൃത്യപ്പണി ഭൃത്യൻ എന്താണ്? വേലക്കാരനാണ് ഭൃത്യൻ. അപ്പോൾ ഭൃത്യപ്പണി ഭൃത്യന്റെ പണിയാണ്, ഭൃത്യന്റെ പണി. ഭൈമി, ഭൈമി എന്നത് ഭീമന്റെ പുത്രി എന്നാണ് ഘടകപദത്തിൽ വരിക, ഭീമന്റെ
പുത്രിയാണ് ഭൈമി. നമുക്ക് ഒറ്റപ്പദത്തിലും ചോദിക്കാറുണ്ട് ഭൈമി. അടുത്തത് ഭീകരസത്യം. ഭീകരസത്യം, ഭീകരമായ സത്യം, ഭീകരമായ സത്യം. അടുത്തത് മണിക്കിലുക്കം. മണിക്കിലുക്കം മണിയുടെ കിലുക്കമാണ്, മണിയുടെ കിലുക്കമാണ് മണിക്കിലുക്കം. അടുത്തത് മനുഷ്യനിർമ്മിതം. മനുഷ്യനിർമ്മിതം, മനുഷ്യനാൽ നിർമ്മിതം, മനുഷ്യനാൽ നിർമ്മിതം. മഹാസ്വപ്നം. മഹാസ്വപ്നം എന്നത് ഘടപദമാക്കുമ്പോൾ മഹത്തായ സ്വപ്നം, മഹത്തായ സ്വപ്നം. അടുത്തത് മഹാമുനി. മഹാമുനി എന്നത് ഘടകപദമാക്കുമ്പോൾ എങ്ങനെയാ? മഹാനായ മുനി എന്നാണ് വരിക, മഹാനായ മുനി. അടുത്തത് മഹാവിജയം. മഹാവിജയം, മഹത്തായ വിജയം, മഹത്തായ വിജയം എന്നാണ് വരുന്നത്. മഹത്തായ വിജയമാണ് മഹാവിജയം. അടുത്തത് മനുഷ്യാകാരം. മനുഷ്യാകാരം എങ്ങനെ ഘടകപദമാക്കാം? മനുഷ്യന്റെ ആകാരം. ആകാരം എന്താണ്? രൂപം, ആകൃതി. മനുഷ്യാകാരം, മനുഷ്യന്റെ ആകാരം. മാണിക്യരത്നം. മാണിക്യരത്നം, മാണിക്യമാകുന്ന രത്നം, മാണിക്യമാകുന്ന രത്നമാണ് മാണിക്യരത്നം. അടുത്തത് മായിക നഗരം. മായിക നഗരം സമസ്ത പദത്തെ വിഗ്രഹിക്കുക. എങ്ങനെ എഴുതാം? മായികമായ നഗരം, മായികമായ നഗരം. മിഥ്യാബോധം. മിഥ്യാബോധം, മിഥ്യയായ ബോധം, മിഥ്യയായ ബോധം. അടുത്തത് മാതൃഹൃദയം. മാതൃഹൃദയം മാതാവിൻ്റെ ഹൃദയമാണ്. മാതൃഹൃദയം മാതാവിൻ്റെ ഹൃദയം. പിതൃഹൃദയം എന്താണ്? പിതാവിൻ്റെ ഹൃദയമാണ്, പിതാവിൻ്റെ ഹൃദയം. അടുത്ത മുകിൽ വർണ്ണൻ. മുകിൽ വർണ്ണൻ, മുകിലിൻ്റെ വർണ്ണത്തോട് കൂടിയവനാരോ അവനാണ് മുകിൽ വർണ്ണൻ, മുകിലിൻ്റെ വർണ്ണത്തോട് കൂടിയവൻ. അടുത്തത് മൊഴിച്ചന്തം. മൊഴിച്ചന്തം മൊഴിയുടെ ചന്തമാണ്, മൊഴിയുടെ ചന്തം. മിഴിനീർ ചവർപ്പ്. മിഴിനീർ ചവർപ്പ്, മിഴിനീരിൻ്റെ ചവർപ്പ്, മിഴിനീരിൻ്റെ ചവർപ്പ് എന്നാണ് വരിക. മഹച്ചരിതം. മഹച്ചരിതം മഹത്തായ ചരിതം, മഹത്തായ ചരിതമാണ് മഹച്ചരിതം എന്നത്. അപ്പോൾ മഹച്ചരിതത്തെ നമ്മൾ ചേർത്തെഴുത്ത് പിരിച്ചെഴുത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ? മഹത് പ്ലസ് ചരിതമാണ് ഏത്? മഹത് പ്ലസ് ചരിതമാണ് മഹച്ചരിതം എന്നത്. മഹത് പ്ലസ് ചരിതമാണ് മഹച്ചരിതം. അടുത്തത് മനോഹര രൂപം. മനോഹര രൂപം, മനോഹരമായ രൂപം, മനോഹരമായ രൂപം. അടുത്തത് നോക്കാം, മഹാത്മാവ്. മഹാത്മാവ് മഹത്തായ ആത്മാവുള്ളവൻ, മഹത്തായ ആത്മാവുള്ളവനാണ് മഹാത്മാവ്. അടുത്ത് മനതാര്. മനതാര് മനമാകുന്ന താര്, മനമാകുന്ന താര്. അടുത്തത് യുഗപ്പിറവി. യുഗപ്പിറവി യുഗത്തിൻ്റെ പിറവിയാണ്, യുഗത്തിൻ്റെ പിറവിയാണ് യുഗപ്പിറവി. യുധിഷ്ഠരൻ. യുധിഷ്ഠരൻ ഘടകപദമാക്കുമ്പോൾ യുദ്ധത്തിൽ സ്ഥിരതയുള്ളവനാണ് യുധിഷ്ഠിരൻ. യുദ്ധത്തിൽ സ്ഥിരത ഉള്ളവനാണ് ആര്? യുധിഷ്ഠിരൻ എന്ന് വരിക. അടുത്തത് രാധേയൻ. രാധേയൻ രാധയുടെ മകൻ, രാധയുടെ മകനാണ് രാധേയൻ. അടുത്ത രാമബാണം. രാമബാണം രാമൻ്റെ ബാണം, രാമൻ്റെ ബാണം. അടുത്ത നോക്കാം, ലോകഗോളം. ലോകഗോളം ലോകമാകുന്ന ഗോളം, ലോകമാകുന്ന ഗോളം. ലോലകല്ലോലം. ലോലകല്ലോലം ലോലമായ കല്ലോലം, ലോലമായ കല്ലോലം. അടുത്തത് ലളിതോദാഹരണം. ലളിതോദാഹരണം ലളിതമായ ഉദാഹരണം, വിഗ്രഹിക്കുമ്പോൾ ലളിതമായ ഉദാഹരണം. അടുത്തത് നോക്കാം, വലിപ്പച്ചെറുപ്പം. വലിപ്പച്ചെറുപ്പം വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാ? വലിപ്പവും ചെറുപ്പവും തുല്യ പ്രാധാന്യമാണ്, വലിപ്പവും ചെറുപ്പവും. അടുത്ത വധൂവരന്മാർ. വധൂവരന്മാർ തുല്യ പ്രാധാന്യമാണ്, വധുവും വരനും, വധുവും വരനുമാണ്. അപ്പോൾ ഇങ്ങനെ തുല്യ പ്രാധാന്യമുള്ള സമാസം ഏതാണ്? മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ദ്വന്ദ്വ സമാസം. അടുത്തത് വിഭവ സമൃദ്ധം. വിഭവ സമൃദ്ധം വിഭവങ്ങള സമൃദ്ധമാണ്, തൽപുരുഷനിലാണ് ഉൾപ്പെടുന്നത്, ആൽ എന്ന പ്രത്യയം ചേർന്ന് വരുന്നത്. വിനോദസഞ്ചാരം. വിനോദസഞ്ചാരം വിനോദത്തിനു വേണ്ടിയുള്ള സഞ്ചാരമാണ്, വിനോദത്തിനു വേണ്ടിയുള്ള സഞ്ചാരം. അടുത്തത് വാത്സല്യാർത്ഥം. വാത്സല്യാർത്ഥം വാത്സല്യത്താൽ ആർദ്രം, വാത്സല്യത്താൽ ആർദ്രം.
അടുത്തത് വാത്സല്യപൂരം. വാത്സല്യപൂരം ഏതാണ്? വാത്സല്യത്തിന്റെ പൂരം, വാത്സല്യത്തിന്റെ പൂരമാണ്. അടുത്തത് വിരൽ തുമ്പ്. വിരൽ തുമ്പ് എന്താണ്? വിരലിന്റെ തുമ്പാണ്, വിരലിന്റെ തുമ്പ്. അടുത്തത് വീരബാലൻ. വീരബാലൻ ഘടകപദമാക്കുമ്പോൾ വീരനായ ബാലൻ എന്നാണ് വരിക, വീരനായ ബാലൻ. അടുത്തത് വൃദ്ധമതാചാര്യൻ. വൃദ്ധമതാചാര്യൻ, വൃദ്ധനായ മതാചാര്യൻ, വൃദ്ധനായ മതാചാര്യൻ. അടുത്തത് വൃദ്ധമാതാവ്. വൃദ്ധമാതാവ്, വൃദ്ധയായ മാതാവ്, വൃദ്ധയായ മാതാവ്. നമ്മൾ സ്ത്രീലിംഗം പുല്ലിംഗത്തിൽ പറഞ്ഞു. എന്താണ്? വൃദ്ധ എന്നത് സ്ത്രീലിംഗത്തിലും വൃദ്ധൻ എന്നത് എന്താ? പുല്ലിംഗത്തിലുമാണ് വരുന്നത്. അടുത്ത വൈരസേനി. വൈരസേനി വീരസേനന്റെ പുത്രൻ, വീരസേനന്റെ പുത്രനാണ്. ഒറ്റപ്പദത്തിൽ പഠിച്ചു. വൈരസേനി എന്താണ്? വീരസേനന്റെ പുത്രനാണ്. അടുത്തത് വിവേകദീപം. വിവേകദീപം, വിവേകമാകുന്ന ദീപം, വിവേകമാകുന്ന ദീപം. വിശ്രമവേള. വിശ്രമവേള വിശ്രമത്തിനുള്ള വേളയാണ്, വിശ്രമത്തിനുള്ള വേള. വേള എന്താണ്? സമയം. അടുത്തത് വീട്ടുമുറ്റം. വീട്ടുമുറ്റം വീടിന്റെ മുറ്റമാണ്, വീടിന്റെ മുറ്റം. അടുത്ത സന്ധ്യാപ്രാർത്ഥന. സന്ധ്യാപ്രാർത്ഥന സന്ധ്യാസമയത്തെ പ്രാർത്ഥനയാണ്, സന്ധ്യാസമയത്തെ പ്രാർത്ഥന. അടുത്തത് സമീപദൃശ്യം. സമീപദൃശ്യം സമീപത്തെ ദൃശ്യമാണ്, സമീപത്തെ ദൃശ്യം. അടുത്ത സ്ഫടികഭരണി. സ്ഫടികമാണ്, പദശുദ്ധിയെ ചോദിക്കാം. സ്ഫടികമല്ല, സ്ഫടികമാണ്. സ്ഫടിക ഭരണി, സ്ഫടികം കൊണ്ടുള്ള ഭരണി, സ്ഫടികം കൊണ്ടുള്ള ഭരണി. അടുത്തത് സ്വപ്ന സദൃശ്യം. സ്വപ്ന സദൃശ്യം സ്വപ്നത്തോട് സദൃശ്യം, തുല്യം, സാമ്യം. സ്വപ്നത്തോട് സദൃശ്യം. സ്വച്ഛനിദ്ര. സ്വച്ഛനിദ്ര സ്വച്ഛമായ നിദ്ര, സ്വച്ഛമായ നിദ്ര. അടുത്തത് സാഹസിക സഞ്ചാരി. സാഹസിക സഞ്ചാരി ഘടകപദമാക്കുമ്പോൾ സാഹസികനായ സഞ്ചാരി, സാഹസികനായ സഞ്ചാരി. അടുത്തത് സാമൂഹിക സ്വാതന്ത്ര്യം. സാമൂഹികമായ സ്വാതന്ത്ര്യമാണ് ഏത്? സാമൂഹിക സ്വാതന്ത്ര്യം എന്നത്. അടുത്തത് സൗന്ദര്യാവിഷ്കാരം. സൗന്ദര്യാവിഷ്കാരം സൗന്ദര്യത്തിൻ്റെ ആവിഷ്കാരം, സൗന്ദര്യത്തിൻ്റെ ആവിഷ്കാരമാണ് സൗന്ദര്യാവിഷ്കാരം എന്നത്. അടുത്ത സൗന്ദര്യ സാരം എന്താണ്? സൗന്ദര്യ സാരം വിഗ്രഹിക്കുമ്പോൾ സൗന്ദര്യത്തിൻ്റെ സാരം, സൗന്ദര്യത്തിൻ്റെ സാരം എന്നാണ് വരിക. അടുത്തത് സുന്ദര പുരുഷൻ. സുന്ദര പുരുഷൻ സുന്ദരനായ പുരുഷനാണ്, സുന്ദരനായ പുരുഷൻ. അടുത്ത സൂര്യാംശു. സൂര്യാംശു സൂര്യന്റെ അംശു, സൂര്യന്റെ അംശു. അടുത്തത് നോക്കാം. സാമൂഹ്യ ശക്തി. സാമൂഹ്യ ശക്തി സാമൂഹ്യമായ ശക്തി, സാമൂഹ്യമായ ശക്തി. സൗമിത്രി. സൗമിത്രി സുമിത്രയുടെ പുത്രനാണ് സൗമിത്രി, സുമിത്രയുടെ പുത്രനാണ് സൗമിത്രി. അടുത്തത് സുഖോദയം. സുഖോദയം സുഖത്തിൻ്റെ ഉദയമാണ്, സുഖത്തിൻ്റെ ഉദയമാണ് സുഖോദയം. ശകുന്തലാസ്യം. ശകുന്തലാസ്യം ശകുന്തത്തിൻ്റെ ലാസ്യമാണ്. ശകുന്തം എന്താണ്? പക്ഷിയാണ് അല്ലേ? ശകുന്തം നമ്മൾ പര്യായത്തിൽ പറഞ്ഞു, ശകുന്തം പക്ഷിയാണ്. ശകുന്തത്തിൻ്റെ ലാസ്യമാണ് ശകുന്തലാസ്യം. അടുത്തത് സ്വപ്ന സമാനം. സ്വപ്ന സമാനം സ്വപ്നത്തോട് സമാനം. റബ്ബർ തൈകൾ. റബ്ബർ തൈകൾ റബ്ബറിൻ്റെ തൈകളാണ്, റബ്ബറിൻ്റെ തൈകൾ. അടുത്തത് സ്വാതന്ത്ര്യബോധം. സ്വാതന്ത്ര്യബോധം സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ബോധം, സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ബോധം. അടുത്തത് സംസ്കാര ശില്പികൾ. സംസ്കാരത്തിൻ്റെ ശില്പികൾ എന്നാണ് വരിക, സംസ്കാരത്തിൻ്റെ ശില്പികളാണ് സംസ്കാര ശില്പികൾ എന്ന സമസ്ത പദത്തിൽ വരുന്നത്. അടുത്തത് സംഭാഷണ രസികത. ഈ സമസ്ത പദത്തെ ഘടകപദമാക്കുമ്പോൾ സംഭാഷണത്തിലെ രസികത എന്നാണ് വരിക, സംഭാഷണത്തിലെ രസികത. സംഭാഷണം എന്താണ്? പറയുന്നതാണ്. അപ്പൊ സംഭാഷണത്തിലെ രസികത. അടുത്തത് സമൂഹോന്നമനം. സമൂഹോന്നമനം എന്താണ്? സമൂഹത്തിന്റെ ഉന്നമനമാണ്, സമൂഹത്തിന്റെ ഉന്നമനം എന്നാണ് ഘടകപദമാക്കുമ്പോൾ വരുന്നത്. അടുത്തത് നമുക്കിനി പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. പക്ഷി മൃഗാദികൾ എന്ന പദത്തെ
ഘടകപദങ്ങളാക്കി വിപുലീകരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഘടകപദങ്ങളാക്കുമ്പോൾ പക്ഷി മൃഗാദികൾ എന്നത് എന്താണ്? ഒരു സമസ്ത പദമാണ്. ഈ സമസ്ത പദത്തെ ഘടകപദമാക്കുമ്പോൾ പക്ഷിയും മൃഗവും, പക്ഷി മൃഗം ആദി ആയവ, പക്ഷികളും മൃഗങ്ങളും, പക്ഷി ആദിയായ മൃഗങ്ങൾ. ഇതിലേതായിരിക്കും? പക്ഷി മൃഗാദികൾ, പക്ഷിയും അതുപോലെ മൃഗങ്ങളും ആദി എന്നും വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ ഏതായിരിക്കും? പക്ഷി മൃഗം ആദി ആയവയാണ് ഏത്? പക്ഷി മൃഗാദികൾ. അടുത്തത് കാൽ നഖേന്ദു മരീചികൾ. കാൽ നഖേന്ദു മരീചികൾ. ഈ സമസ്ത പദത്തിന്റെ വിപുലീകരിച്ച രൂപം ഏത്? വിപുലീകരിച്ച രൂപം കാലും നഖവും ഇന്ദുവും മരീചികയും, കാൽനഖങ്ങളാകുന്ന ഇന്ദുവിൽ നിന്ന് വരുന്ന മരീചികൾ, കാൽനഖമാകുന്ന ഇന്ദുവും മരീചികയും, ഇന്ദുവാകുന്ന കാലും മരീചികയാകുന്ന നഖവും. ഏതായിരിക്കും ആൻസർ? കാൽനഖങ്ങളാകുന്ന ഇന്ദുവിൽ നിന്ന് വരുന്ന മരീചികളാണ് ഏത്? കാൽനഖേന്ദു മരീചികൾ. അടുത്തത് സമുച്ചയാർത്ഥത്തിൽ തുല്യമായ ഘടകപദങ്ങളാക്കാൻ കഴിയുന്ന പദമേത്? തുല്യമായ ഘടകപദങ്ങളാക്കാൻ കഴിയുന്ന പദം. രൂപധാരണം, രൂപലാവണ്യം, രൂപഭാവങ്ങൾ, രൂപകാംഗം. ഇതിലേതായിരിക്കും? രൂപഭാവങ്ങളാണ്. രൂപവും ഭാവവും തുല്യമായിട്ട് വിഗ്രഹിക്കാൻ കഴിയുന്നതാണ് രൂപവും ഭാവവും, രൂപഭാവങ്ങൾ. അടുത്തത് വിഗ്രഹാർത്ഥം എഴുതുക. കല്യാണപ്പന്തൽ. കല്യാണപ്പന്തൽ എന്നത് വിഗ്രഹാർത്ഥം എഴുതാൻ. ഏതാ? കല്യാണത്തിന്റെ പന്തൽ, കല്യാണമായ പന്തൽ, കല്യാണത്തിനുള്ള പന്തൽ, കല്യാണത്താൽ പന്തൽ. ഏതായിരിക്കും വരിക? കല്യാണത്തിനുള്ള പന്തൽ. കല്യാണത്തിനുള്ള പന്തലാണ് കല്യാണപ്പന്തൽ എന്നത്. ഓക്കെ അല്ലേ? അടുത്തത് ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് SCERT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ഘടകപദങ്ങളാണ്. അപ്പോൾ പദശുദ്ധി മുതൽ ഘടകപദം വരെയുള്ള എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ എല്ലാ ക്ലാസ്സസും നിങ്ങൾ കാണുക, നോട്ട്സ് എല്ലാം നന്നായിട്ട് തന്നെ പഠിച്ചെടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.